യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മുഖത്തും ദൈവത്തിന് മുഖത്തും ദൈവത്തിന് മുഖത്തും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം അടിയന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി, ദൈവത്തിന്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. വരാമരുന്ന ആപത്ത് അനർത്ഥങ്ങൾ നിന്നൊക്കെയും കർത്താവ് വിടുവിച്ചു. അനർത്ഥ ദിവസത്തെ അവൻ നിന്റെ കൂടാരത്തിൽ ഒളിപ്പിച്ചു. തിരുനിവാസത്തിന്റെ മറവിൽ മറച്ചു. പാറമേ നമ്മെ ഉയർത്തുന്ന സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തിയ എല്ലാ ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ പൽക്കാലവും കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അതേ പ്രിയ ദൈവമക്കളെ, സർവശക്തനായ ദൈവം നമുക്ക് മുമ്പായി നടക്കുന്നു. ഈ പകൽക്കാലം നാം ഒറ്റയ്ക്കല്ല, നമുക്ക് മുമ്പായി സർവശക്തനായ ദൈവം നടക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഉറപ്പും ധൈര്യത്തോടെ ആയിരിക്കുക. നാം അധൈര്യപ്പെട്ടു പോകാതെ ബലമുള്ളവരായിരിക്കുക. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമുക്ക് മുമ്പായിട്ട് നടക്കുന്നു. ആമേൻ. സ്തോത്രം. ആവർത്തന പുസ്തകം 31 അധ്യായം 8 വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു. അവൻ നിന്നോട് കൂടിയിരിക്കും. നിന്നെ കൈവിടുകയല്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ പേടിക്കരുത്, ഭ്രമിക്കരുത്. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, യോശുവയുടെ നിയമനം അവിടെ നടക്കുന്ന ഒരു ചാപ്റ്ററാണ്. അവിടെ എന്നിട്ട് യഹോവയായ യോശുവോട് പറയുന്ന ഒരു ഭാഗമാണ്. യഹോവ തന്നെ നിനക്ക് മുമ്പായിട്ട് നടക്കുന്നു, അവൻ നിന്നോട് കൂടിയിരിക്കും. അങ്ങനെ ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലെ, ദൈവാത്മാവിന് നമ്മോട് കൈമാറാനായിട്ടുള്ളത് സർവശക്തനായ ദൈവം നമുക്ക് മുമ്പായി നടക്കുന്നു. ഹല്ലേലൂയ. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവായിരിക്കുന്ന ദൈവം, മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നതായ സർവശക്തനായ ദൈവം നമുക്ക് മുമ്പായി നടക്കുന്നു. ഹല്ലേലൂയ. ആ ദൈവം നമുക്ക് വേണ്ടി ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അവിടെ കാണുവാൻ സാധിക്കുന്നു, അവൻ നിന്നോട് കൂടിയിരിക്കുക. അപ്പോൾ നമുക്ക് മുമ്പായി നടക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ നമ്മോട് കൂടിയിരിക്കും. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു, ഈ വെള്ളത്തിൽ കൂടി കടക്കുമ്പോ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. നദി നിന്നെ കവിയുമാ ദൈവം അനുവദിക്കത്തില്ല. നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം. തീ നിന്നെ ദഹിപ്പിച്ചു കളയില്ല, അഗ്നിജോലം നിന്നെ എടുത്തിക്കളയല്ല. അവിടെ എല്ലാം വചനത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകതയെ അവിടെ വിവരിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ നമ്മോട് കൂടെ സർവശക്തനായ ദൈവം ഇരിക്കുന്നു, നടക്കുന്നു എന്നുള്ള ഒരു ഉറപ്പോടെ നാം ഈ പകൽക്കാലം യാത്ര ചെയ്യുക. അവിടെ കാണുവാൻ സാധിക്കുന്നു, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നമ്മോട് മുമ്പാകെ നടക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ചെങ്കടലുകളും കടന്നു വരുമ്പോ കൈവിട്ടിട്ട് കടന്നു പോകുകയല്ല. ആ കർത്താവ് നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത ദൈവം. ആരെല്ലാം നമ്മെ കൈവിട്ടാലാ, ആരെല്ലാം നമ്മെ ഉപേക്ഷിച്ച് കളഞ്ഞാലാ, സർവശക്തനായ ദൈവം നമ്മെ ഉപേക്ഷിച്ച് കളയുകയില്ല, നമ്മെ കൈവിട്ട് കളയുകയില്ല. ആ കർത്താവ് നമ്മെ എത്തിക്കേണ്ടടുത്ത് നമ്മെ എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ അതുകൊണ്ട് കാണുവാൻ സാധിക്കുന്നു, നീ പേടിക്കരുത്, ഭ്രമിക്കരുത്. ഹല്ലേലൂയ. ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലെ, ഈ ശബ്ദം നീ കേൾക്കുമ്പോൾ ഹല്ലേലൂയ, ജീവിതത്തിലെ കടന്നു വരുന്ന വിഷയങ്ങളുടെ അകത്ത് ഭയവും ഭീതിയും കടന്നു വരുന്നുണ്ടെങ്കിൽ അവരോട് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്ക് മുമ്പായി സർവശക്തനായ ദൈവം നടക്കുന്നു. ആ ദൈവം നിന്റെ കൂടെ ഇരിക്കുവാനായിട്ട് ഇടയായിത്തീരാ. ആ ദൈവം നിന്നെ കൈവിടുകയല്ല, നിന്നെ ഉപേക്ഷിച്ച് കളയല്ല. ഈ ഒരു ദൃഢനിശ്ചയത്തോടെ നീ യാത്ര ചെയ്യുക. നിന്റെ മുമ്പിൽ നിന്ന് ചില വൈഷമ്യ ഘട്ടങ്ങൾ മാറുവാനായിട്ട് ഇടയായിത്തീരാ. നിന്റെ മുമ്പിൽ അടയപ്പെട്ടത് ചില തുറക്കുവാനായിട്ട് ഇടയായിത്തീരാ. അവന്റെ 3-ാം വാക്യത്തിൽ കടന്നു വരും
വരുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ തന്നെ നിനക്ക് മുമ്പായി പോകും. സ്തോത്രം. ആരെയെങ്കിലും നമ്മുടെ മുമ്പാകെ വിടുന്ന ഒരു ദൈവമല്ല, നിന്നെ വിളിച്ചിറക്കിയ ദൈവം. ഹല്ലേലൂയ. വിശ്വസ്തനായ ദൈവം അത്രേ. ആ ദൈവം ഹല്ലേലൂയ തന്നെ നിനക്ക് മുമ്പായി നടക്കും. കാരണം എന്താ അറിയാം? സർവശക്തനായ ദൈവത്തിന് നിന്റെ യാത്രയുടെ മധ്യത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ചെങ്കടൽ പോലത്തെ വിഷയങ്ങളൊക്കെ കടന്നു വരുമെന്നറിയാം. ആ വിഷയങ്ങളുടെ നടുവിൽ നിനക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയത്തില്ല എന്ന്, അതിന്റെ നടുവിൽ നിനക്ക് ജയിച്ചു കയറാൻ കഴിയത്തില്ലെന്നും അറിയാവുന്ന സർവശക്തനായ ദൈവം നിനക്ക് മുമ്പായി നടക്കും. എന്തിനാ? അതിനൊക്കെ നിന്റെ ജീവിതത്തിൽ നശിപ്പിച്ചു കളയേണ്ടതിനായിട്ട്. അവിടെ കാണുവാൻ സാധിക്കുന്നു, ഈ ജാതികളെ അവൻ നിന്റെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു കളയും, നീ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം സ്തോത്രം, നിന്റെ യാത്രകൾക്കെതിരായി നിൽക്കുന്ന, നിന്റെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും വിടുതലും അല്ലെങ്കിൽ ദൈവിക വാഗ്ദത്തങ്ങളും പ്രാപിക്കുന്നതിന് എതിരായി നിൽക്കുന്ന ചിലതിനെ ദൈവം നിന്റെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു കളയും. ഹല്ലേലൂയ. ചിലതൊക്കെ നിന്റെ മുമ്പാകെ നിന്ന് നിന്നെ ഭയപ്പെടുത്തുമ്പോ, നിന്നെ ആകുലപ്പെടുത്തുമ്പോ, നിനക്ക് ദൈവിക വാഗ്ദത്തങ്ങളെ കൈവശമാക്കുവാൻ കഴിയാത്തവണ ചിലതിനെ നിന്നെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നശിപ്പിച്ചു കളയുമ്പോ, നിന്റെ മുമ്പേ പ്രതിസന്ധിയായി നിൽക്കുന്ന ചിലതിനെ ദൈവം നിനക്ക് മുമ്പായിട്ട് നടന്ന് ചിലതിനെ ഈ പകൽക്കാലം നശിപ്പിച്ചു കളയും. അടുത്ത് കഴിയുന്നു, അവൻ നിന്റെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു കളയും, നീ അവരുടെ ദേശം കൈവശമാക്കും. ഈ പകൽക്കാലം നിന്റെ വാഗ്ദത്തങ്ങളെ കൈവശമാക്കുന്ന പകൽക്കാലം എന്ന് വിശ്വസിക്കുക. സ്തോത്രം. അതിനായി സർവശക്തനായ ദൈവം നിന്റെ ഭാഗം നടക്കുന്നു. ഈ 3-ാം മാസം പ്രിയ ദൈവ പൈതലേ, നിന്റെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ നിന്റെ മേൽ നിറവേറുന്ന, ഇല്ലെങ്കിൽ അത് വെളിപ്പെട്ടു വരുന്ന ഒരു സമയമത്ര നീ ചിലത് കൈവശമാക്കും. ചിലരൊക്കെ പറഞ്ഞില്ലേ, ചില പ്രശ്നങ്ങളുടെ നടുവേ ഇവിടെ കൊണ്ട് തീരും, നിനക്കിനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, ചിലതിനെ നിന്റെ കരത്തിൽ ലഭിക്കത്തില്ല, ഇവിടെ കൊണ്ട് നിന്നെ നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞ് ശത്രു വാദിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ, യുദ്ധവീരനായിരിക്കുന്ന സർവശക്തനായ ദൈവം നിനക്ക് മുമ്പായി നടന്ന് ഹല്ലേലൂയ ചിലതിനെ നശിപ്പിച്ചു കളയും. അങ്ങനെ ആയി തീരുമ്പോ നീ ചിലതിനെ കൈവശമാക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. നിന്റെ കയ്യിൽ വരേണ്ടതാ, നീ പ്രാപിക്കേണ്ടതാ. ഹല്ലേലൂയ. ചില നന്മകൾ, പക്ഷേ അതിനെതിരായി നിൽക്കുന്ന ചിലതിനെ ഹല്ലേലൂയ ദൈവം തമ്പുരാൻ നശിപ്പിച്ചു കളയും. ഹല്ലേലൂയ. നിന്റെ കരത്തിലേക്ക് കർത്താവ് ചിലതിനെ പകൽക്കാലം ഏൽപ്പിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അങ്ങനെക്ക് വിശ്വസിക്ക, ഈ പകൽക്കാല സർവശക്തനായ ദൈവം നമുക്ക് മുമ്പായി നടക്കുന്നു. ഹല്ലേലൂയ. ഇസ്രായേൽ ജനതയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ചെങ്കടൽ മുമ്പ് കടന്നു വരുമ്പോ അവിടെ നമുക്ക് അതിന് തൊട്ടുമുമ്പായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിൽ കാണുന്നു, അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിനും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിനും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിനു മഹത്വം. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. അവിടെ കാണുന്നു, പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം. ഒരു പകലിലോ രാത്രിയിലോ മാത്രം കൂടെ ഇരിക്കുകയല്ല, പകലും രാത്രിയും ഹല്ലേലൂയ അവിടെ കാണുവാൻ സാധിക്കുന്നു. പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ഹല്ലേലൂയ അവർക്ക് വഴി കാണിക്കേണ്ടതിനായിട്ട്. അങ്ങനെ നിനക്ക് വഴി കാണിക്കേണ്ടതിനായിട്ട് ഹല്ലേലൂയ നിനക്ക് വെളിച്ചം തരേണ്ടതിനായിട്ട്, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഇരുളിനെ മാറ്റിക്കളയേണ്ടതിനായിട്ട് സർവശക്തനായ ദൈവം നിനക്ക് മുമ്പായി പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഈ പൽക്കാലം തിരിച്ചറിയുക. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ നിന്ന് ചിലത് മാറ്റിക്കളയേണ്ടതിനായിട്ട്, നിനക്ക് വെളിച്ചം തരേണ്ടതിനായിട്ട്, നിനക്ക് വഴി പറഞ്ഞു തരേണ്ടതിനായിട്ട് ഹല്ലേലൂയ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്ന് നിന്റെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് നിന്നെ നീ കൈവശമാക്കി എടുക്കേണ്ടതിനായിട്ട് സർവശക്തനായ ദൈവം നിനക്ക് മുമ്പായി പോയിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈ പൽക്കാലം വിശ്വസിക്കുവാനായിട്ട് കഴിയുമോ? ഹല്ലേലൂയ. നീ പറയില്ലേ, യാത്രയിൽ ഞാൻ തനിച്ച, എന്നെ സഹായിപ്പാനായിട്ട് ആരുമില്ല അല്ലേ എന്ന് പറയുമ്പോഴും ഒരു കാര്യം ഓർത്തുകൊള്ളുക, നീ ഒറ്റയ്ക്കല്ല. നിന്നെ വിളിച്ചിറക്കിയ സർവശക്തനായ ദൈവം നിന്റെ കൂടെ ഉണ്ട്, നിനക്ക് മുമ്പായിട്ട് നടക്കുന്നു. ഹല്ലേലൂയ. ആ ദൈവം നിന്റെ മുമ്പാകെ നടക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്.
അവിടെ കോരസിനോട് പറയുന്ന ഒരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 45-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രക്കഥകളെ തകർത്ത് ഇരുമ്പോടാമ്പുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. ആമേൻ, സ്തോത്രം. പ്രിയതേ മക്കളെ, നമുക്ക് മുമ്പായി നടക്കുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, എന്ത് ചെയ്യുമെന്ന് കാണുമ്പോൾ ഞാൻ നിനക്ക് മുമ്പായി ചെന്നു. നമ്മൾ അവിടെ എത്തിയിട്ടല്ല, ഹല്ലേലൂയ. നമുക്കറിയാം എബ്രായർ ബാലന്മാർ തീക്കകത്ത് അവരെ വിടുന്നതിന് മുമ്പായിട്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനെ ദൈവം അവിടെ ഇറക്കി, ഹല്ലേലൂയ. ആ തീയുടെ ശക്തിയെ ക്ഷയിപ്പിക്കേണ്ടതിനായിട്ട് തന്റെ ഭക്തന്മാരായിരുന്ന തന്നെ സേവിച്ചതായ എബ്രായർ ബാലന്മാർക്ക് അതിനകത്തുനിന്ന് ഒരു കേടും പറ്റാതെ ഇരിക്കേണ്ടതിനായിട്ട് ദൈവപുത്രനെ അതിനകത്തേക്ക് ഇറക്കി. ഇവിടെ വചനത്തിൽ കാണും, ഞാൻ നിനക്ക് മുമ്പായി ചെന്നു. പ്രിയ ദൈവമക്കളെ, നീ കടന്നു പോകുന്നതിന് മുമ്പായിട്ട് ചിലതിന്റെ മുമ്പാകെ ദൈവം നിനക്ക് വേണ്ടി നടക്കും. ഹല്ലേലൂയ. നീ നടന്നു പോയതിന് പിന്നാലെ വരുന്ന ഒരു ദൈവമല്ല, നിനക്ക് മുമ്പായി നടക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലങ്ങളെ തകർക്കുക, നിന്നെ വിഴുങ്ങിക്കളയുമ്പോൾ കടന്നു വരുന്ന ചെങ്കടനെ തകർത്ത് കളയുക, നിന്റെ മുമ്പിൽ കടന്നു വരുന്ന ചില രോഗങ്ങളുടെ അനുഭവങ്ങളെ അതിനകത്തുനിന്ന് നിന്നെ വിടുവിക്കേണ്ടതിനായിട്ട്, നിന്റെ മുമ്പിൽ കടന്നു വരുന്ന ചില പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് ദൈവത്തിന് നിന്നെ വിടുവിക്കേണ്ടതിനായിട്ട് നിനക്ക് മുമ്പായി നടക്കും. ഹല്ലേലൂയ. ഈ പകൽക്കാലം നീ കടന്നു പോകുന്ന വിഷയങ്ങളുടെ നടുവിൽ, സ്തോത്ര, നിനക്ക് മുമ്പായിട്ട് സർവശക്തനായ ദൈവം, നീ എവിടെയാണോ ഒരു വിടുതൽ ആഗ്രഹിക്കുന്നത്, അവിടെ ഒരു ഓഫീസ് വർക്കിലാണോ, അവിടെ ദൈവം നിനക്ക് മുമ്പായിട്ട് ചെല്ല. നീ കടന്നു പോകുന്ന ഹോസ്പിറ്റലാണോ, അവിടെ ദൈവം നിനക്ക് മുമ്പായിട്ട് നടക്കും. ഈ വചനത്തെ നീ ഉരുവിട്ട് പ്രാർത്ഥിക്കുക, സ്തോത്ര. ഈ വചനത്തിന്റെ ശക്തി വെളിപ്പെടുവാനായിട്ട് ഇടയത്തിര. ഈ പകൽക്കാലം ആർക്കൊക്കെയോ വേണ്ടി സർവശക്തനായ ദൈവം നിങ്ങൾക്ക് മുമ്പായി നടക്കുന്ന പകൽക്കാലം അത്രേ, അത് തിരിച്ചറിയുവാനായിട്ട് സ്വർഗത്തിന്റെ ദൈവം ഇടയാക്കും. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, നിനക്ക് മുമ്പായിട്ട് ദൈവം നടക്കുമ്പോൾ അവിടെ എന്ത് കാണുന്നു? ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും. ഹല്ലേലൂയ. നിനക്ക് നടക്കുവാൻ കഴിയാതെ വണ്ണം ആയിരിക്കുന്ന അനുഭവത്തിൽ ദുർഘടങ്ങൾ ചിലതിനെ തകർത്ത് കളയുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. കുന്നുകളും മലകളും കാണുമായിരിക്കാം, നിനക്ക് നടന്ന് നീങ്ങുവാൻ കഴിയാത്ത അനുഭവങ്ങളായിരിക്കാം. എത്തേണ്ട സ്ഥലത്ത് എത്തുവാൻ കഴിയാതെ, കൈവശമാക്കേണ്ട പലതും കൈവശമാക്കുവാൻ കഴിയാതെ വേണം പലത് നിന്റെ മുമ്പാകെ നിൽക്കുമ്പോ ഈ പകൽക്കാലം നിനക്ക് മുമ്പായിട്ട് ദൈവം ചെന്നിട്ട് അവിടെ കാണുന്നു ദുർഘടങ്ങളെ നിരപ്പാക്കും. ഹല്ലേലൂയ. താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് കളയുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, വിശ്വസിക്കാമോ? ഹല്ലേലൂയ. ഈ പാൽക്കാലം ചിലതൊക്കെ നിന്റെ മുമ്പിൽ നിന്ന് തകർന്നു മാറുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. ഇന്ന് നീ അനുഭവിക്കുന്ന ചില വിഷയങ്ങളുടെ അകത്ത് ചില വാതിലുകൾ തുറക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നതിനൊക്കെ ദൈവം തമ്പുരെ തകർത്ത് കളയുവാനായിട്ട് ഇടയായിത്തീര. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. വിശ്വസിക്കുക. ഹല്ലേലൂയ. കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായിത്തീര. ചില താമ്ര കഥകൾ എത്ര ശ്രമിച്ചിട്ട് നിനക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാതെ, എവിടെയെല്ലാം നീ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ഒരു റിപ്ലൈ വരാതെ വേണ്ട, നിന്റെ തലമുറയ്ക്ക് വേണ്ടി വഴികളെ നീ തുറക്കുവാൻ ആഗ്രഹിച്ചിട്ട് ഒരു വഴിയും തുറക്കുവാൻ കഴിയാതെ വേണ്ട, ഭാവി കാണുവാൻ കഴിയാതെ വേണ്ട, നിന്റെ മുമ്പാകെ നിന്ന് വാദിക്കുന്ന ചിലതിനെ, ഹല്ലേലൂയ, ചില താമ്ര വാതിലുകളെ സ്വർഗത്തിലെ ദൈവം ഇന്ന് തകർക്കും. ഹല്ലേലൂയ. ആർക്കും തകർക്കാൻ പറ്റാത്ത ചിലതായിരിക്കും. ഹല്ലേലൂയ. ആർക്കും തുറക്കാൻ പറ്റാത്തതിനെ സർവശക്തനായ ദൈവ നിനക്ക് മുമ്പായി നടന്നിട്ട് ഇന്ന് ചിലതിനെ തകർത്ത് കളയും. ഹല്ലേലൂയ. ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുക. ആരാലും തുറക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴും, ഒരു വിടുതൽ നിന്റെ ജീവിതത്തിൽ ലഭിക്കത്തില്ലെന്ന് പറയുമ്പോഴും, ചിലതിനെ ഖണ്ഡിച്ചു കളഞ്ഞിട്ട് നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന യഹോവയാ ദൈവ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. പ്രിയ ദൈവപൈതലേ, പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, ദൈവസന്നി സ്തോത്രം ചെയ്യുന്ന ദൈവപൈതലേ, നിനക്ക് വേണ്ടി സർവശക്തനായ ദൈവ നിനക്ക് മുമ്പായി ചെല്ലുന്ന പകൽക്കാലം അത്ര. ഹല്ലേലൂയ. നീ പറയുന്നില്ലേ, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ആരുമില്ല, ആരും എന്റെ മുമ്പാകെ നിൽക്കുവാനായിട്ട് ഇല്ല എന്ന് പറയുമ്പോഴും ഈ പകൽക്കാലം പറയട്ടെ, നിനക്ക് ചെല്ലുമ്പോ ഒരു പ്രശ്നം നിന്നെ തൊടാതെ വണ്ണം ഇരിക്കേണ്ടതിനായിട്ട് നിനക്ക് മുമ്പായിട്ട് ദൈവം അവിടെ ചെല്ലും. ഹല്ലേലൂയ. നിരപ്പാക്കേണ്ടതിനെ
നിരപ്പാക്കാം, തകർത്തു കളയേണ്ടതിനെ തകർത്തു കളയാ, ഹണ്ടിച്ചു കളയേണ്ടതിനെ ഹണ്ടിച്ചു കളയും. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ അസാധാരണമായിരിക്കുന്ന ചില ദൈവീക പ്രവർത്തികൾ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് ഇടയേറ്റിരും. കാരാഗൃഹത്തിൽ കിടന്ന പൗലോസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അർദ്ധരാത്രിക്ക് ഹല്ലേലൂയ ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നു എന്നറിയാതെ കിടക്കുമ്പോഴും, പ്രഭാതത്തിൽ ഹല്ലേലൂയ എന്താണ് നടക്കുന്നതെന്ന് അറിയാതിരിക്കുമ്പോഴും പൈതലായിരിക്കുന്ന പൗലോസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പൗലോസും സീലാസും എന്ത് ചെയ്തു? ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിക്കുവാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിൽക്കുമ്പോ ഞാൻ നിങ്ങൾ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്ന് നോക്കിയേ. ചുറ്റുപാടും ഒത്തിരി പേർ കാണുമായിരിക്കാം. അവിടെ മൗനമായിട്ടിരിക്കുകയല്ല. ജീവിതത്തിൽ കടന്നു വരുന്ന അർദ്ധരാത്രിയുടെ സമയങ്ങൾ ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറായ, ഞാനും നിങ്ങളും ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറായ അവിടെ നടക്കുന്ന സംഭവം കാണുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെ തുറന്നു പോയി, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. ഹല്ലേലൂയ. അർദ്ധരാത്രിയുടെ അനുഭവത്തിലാണോ കടന്നു പോകുന്നത്? ജീവിതത്തിന്റെ ഇരുളേറിയ മണ്ഡലത്തിൽ കൂടിയാണോ കടന്നു പോകുന്നത്? പ്രിയ ദൈവ പൈതലേ, പലയിടത്തും പോയി നീ വാതിലുകൾ മുട്ടിയില്ലേ? ഹല്ലേലൂയ. എല്ലായിടത്തും അടയപ്പെട്ട് കിടക്കുമ്പോഴും ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നോട് പറയാനായിട്ടുള്ളത്, നീ ദൈവസന്നി മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാക, ദൈവസന്നി സ്തോത്രം ചെയ്യുവാൻ തയ്യാറാക. സ്തോത്ര. പെട്ടെന്ന് ചിലത് നിനക്ക് വേണ്ടി സംഭവിക്കുവാനായിട്ടിടയായി തീരും. സ്തോത്രം. അവിടെ കാണുവാൻ സാധിക്കുന്നു. പൗലോസും സീലാസും ഒരിക്കലും പുറത്തു വരുവാനായിട്ടുള്ള സാധ്യതയില്ല. പക്ഷേ അവിടെ ദൈവം ഹല്ലേലൂയ ചിലത് ചെയ്തു. ഹല്ലേലൂയ. സാഹചര്യങ്ങളെ ദൈവം അങ്ങ് മാറ്റി. നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ യോഗ്യത കൊണ്ടും നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിന് ഒരു പരിമിതിയുണ്ട്. പക്ഷേ സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ പരിമിതികൾക്കപ്പുറം അത്രേ. ഇന്ന് ചിലരുടെ പരിമിതികളെ പൊളിച്ചുകൊണ്ടുള്ള ചില ദൈവിക വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്നവരുടെ ദൈവം തമ്മിൽ വെളിപ്പെടുത്തുകയാ. സ്തോത്ര. ചില പരിമിതികളെ ഹല്ലേലൂയ ഇട്ടുകൊണ്ട് അതിനകത്ത് ഒതുങ്ങിയുള്ളൂ. ഇതിനകത്തൊന്നും പുറത്തു വരാൻ കഴിയത്തില്ല, ഇവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് പറയുമ്പോ പ്രിയ ദൈവ പൈതലേ, ചില അടിസ്ഥാനങ്ങളെ ദൈവം തമ്പുരാൻ ഈ പകൽക്കാലം കുലുക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. വാതിലൊക്കെ തുറന്നു പോയി. ഹല്ലേലൂയ. എല്ലാവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. ആരാധിക്കുവാൻ തയ്യാറായപ്പോ അവിടെ നമുക്ക് നടക്കുന്ന ഒരു കാര്യമുണ്ട്. 3 കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. സ്തോത്രം. അടിസ്ഥാനം കുലുങ്ങി, അവിടെ വാതിലൊക്കെ തുറന്നു പോയി, എല്ലാവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. ഹല്ലേലൂയ. ഒരു മാനുഷികമായി ഒരിക്കൽ ശ്രമിച്ചാലും നടക്കാത്ത ഒരു കാര്യം ഹല്ലേലൂയ ആരാധിച്ചവന്റെ മുമ്പാകെ സംഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, നിനക്ക് മുമ്പായി ദൈവം നടക്കുന്നുണ്ട്, നിനക്ക് മുമ്പായി ദൈവം ചെല്ലുന്നുണ്ട്. നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറായ ഹല്ലേലൂയ ചിലതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പായിട്ട് ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യും. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചിലതൊക്കെ വന്നു ഭവിക്കുമെന്ന് പറഞ്ഞ് മറ്റുള്ളവർ നിന്നെ പരിഹസിക്കുമ്പോഴും, നിന്റെ ഉള്ളിൽ എന്തൊക്കെ ഇതിനകത്ത് ഇടപെടും, എന്തൊക്കെ സംഭവിക്കുമെന്ന് നീ ഭയപ്പെടുമ്പോഴും, ഈ പകൽക്കാലം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്ന, പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ. സ്തോത്രം. ചിലത് സംഭവിക്കുന്നതിന് മുമ്പായിട്ട് ദൈവം നിനക്ക് വേണ്ടി എത്തേണ്ടടുത്ത് എത്തും. ഹല്ലേലൂയ. ചിലത് തുറക്കും. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില ദൈവിക പ്രവർത്തികൾ ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായി തീരും. ഇവിടെ കാണുന്ന അവൻ താമ്രക്കഥകളെ തകർത്തു, ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു കളയുന്നു. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്ക, ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ചെയ്തതായ ഒരു അത്ഭുതത്തിന്റെ പ്രവൃത്തിയാ അവിടെ കാണുവാൻ സാധിക്കുന്നത്. സങ്കീർത്തനം 107:16 വാക്യത്തിൽ കാണുന്നു, അവൻ താമ്രക്കഥകളെ തകർത്തു. ഹല്ലേലൂയ. ഈ പകൽക്കാലം തുറക്കാതെ ഇരിക്കുന്ന ചില താമ്രക്കഥകളെ ദൈവം നിനക്ക് വേണ്ടി തകർക്കും. ഹല്ലേലൂയ. നിന്റെ വാഗ്ദത്തത്തിനെതിരായിട്ട്, നിന്റെ തലമുറയുടെ ഭാവിക്കെതിരായിട്ട്, നിന്റെ ശുശ്രൂഷയ്ക്കെതിരായിട്ട്, നീ കണ്ട ഡെസ്റ്റിനേഷനിലേക്ക് എത്തുവാൻ കഴിയാതെ വേണ നിന്റെ മുമ്പിൽ നിൽക്കുന്ന താമ്രക്കഥകളെ സ്വർഗത്തിലെ ദൈവം ഇന്ന് തകർക്കും. ഹല്ലേലൂയ. ദൈവം നിനക്ക് മുമ്പായിട്ട്
മുമ്പായിട്ട് നടക്കും. ഹല്ലേലൂയ. നീ വിശ്വസിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇരുമ്പോടാമ്പലുകളെ മുറിച്ച് കളഞ്ഞിരിക്കുന്നു. ചിലത് കളഞ്ഞിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, കളയുമെന്നല്ല അവിടെ കാണുവാൻ സാധിക്കുന്നു. വ്യക്തമായി ഇരുമ്പോടാമ്പലുകളെ മുറിച്ച് കളഞ്ഞിരിക്കുന്നു. നിന്റെ മുമ്പാകെ നിന്ന് ചില ഇരുമ്പോടാമ്പലുകളെ സ്വർഗത്തിലെ ദൈവം മുറിച്ച് കളഞ്ഞു എന്ന് വിശ്വസിക്ക. നിന്റെ വിടുതന്റെ പകൽക്കാലം എത്രേ. നീ ചില ദൈവിക വാഗ്ദത്തങ്ങളെ കൈവശമാക്കുന്ന പകൽക്കാലം എന്ന് വിശ്വസിക്കുന്നവരുടെ മേൽ ഈ പകൽക്കാലം ദൈവം അത് ചെയ്യുവാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ. ഇനി ആ താമ്രക്കതു നീ കാണുകയല്ല. ഇരുമ്പോടാമ്പലുകൾ ചിലത് നീ കാണത്തില്ല. ദൈവം അതിനെ തകർത്തു. അവിടെ കാണുന്ന സ്തോത്രം മുറിച്ചു കളഞ്ഞിരിക്കുന്നു. ചിലത് സംഭവിച്ചു എന്ന് വിശ്വസിക്കുക. സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചിലത് തകർന്നു മാറി നിന്റെ മുമ്പാകെ നിന്ന ദൈവിക വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ, ദൈവിക വാഗ്ദത്തം പ്രാപിക്കുവാൻ കഴിയാതെ, നിന്റെ ജീവിതത്തിനകത്ത് ഒരു അതിർവരം വിട്ട് നിന്റെ മുമ്പാകെ നിന്ന് ചിലതിനെ ഹല്ലേലൂയ ദൈവത്തമ്പുരെ തകർത്തു. ഹല്ലേലൂയ. സ്തോത്രം. തകർക്കുന്നവൻ നിനക്ക് മുമ്പായി പുറപ്പെടുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില കുടുംബങ്ങൾക്ക് വേണ്ടി, ചില തലമുറകൾക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ചിലതിനെ തകർത്ത് കളഞ്ഞിട്ട് ദൈവം നിനക്ക് വേണ്ടി ചില വഴികളെ തുറക്കുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രിയ ദൈവത്തിലെ സ്തോത്രം. നമുക്ക് മുമ്പായി രാജാതിരാജാവായിരിക്കുന്ന ദൈവം ഹല്ലേലൂയ നടക്കുന്നു എന്ന് വിശ്വസിക്കുക. നമുക്ക് മുമ്പായി ചെല്ലേണ്ടടുത്ത് ചെല്ലും. നാം എത്തുന്ന ചില സ്ഥലങ്ങളിൽ എത്തുന്നതിന് മുമ്പായിട്ട് സർവശക്തനായ ദൈവം ചെല്ലും. അവിടെ കാര്യങ്ങൾ കർത്താവ് ക്രമീകരിക്കും. നീ അവിടെ നിന്നാ മതി. ഹല്ലേലൂയ. ഈ പകൽക്കാലം ആരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നീ മാനുഷികമായ സഹായങ്ങളിലേക്ക് നോക്കണ്ട. നീ ദൈവത്തിന്റെ കൂടെ നടന്നടുക്കുക. ഹല്ലേലൂയ. നീ കർത്താവിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് നീ മുന്നോട്ട് പൊയ്ക്കൊള്ളുക. കർത്താവ് എത്തേണ്ടടുത്ത് നിനക്ക് മുമ്പായിട്ട് ചെന്നിട്ട് ചിലതൊക്കെ കർത്താവ് നിനക്ക് വേണ്ടി ഓപ്പണുകളെ ചെയ്യും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. അങ്ങനെ ഈ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അവ താമ്രക്കതുകളെ തകർത്ത് ഇരുമ്പോടാമ്പുകളെ ഖണ്ഡിച്ചു കളഞ്ഞിരിക്കുന്നു. നീ ഭയപ്പെട്ടില്ലേ? എനിക്ക് വേണ്ടി ഈ വാതിൽ ആര് തുറക്കും? എനിക്ക് വേണ്ടി ഇവിടെ ആര് പ്രവർത്തിക്കുമെന്നൊക്കെ നീ ചിന്തിച്ചില്ലേ? ഈ പകൽക്കാലം നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്ന ദൂതത്രേ. സ്തോത്ര താമ്രക്കതുകളെ തകർത്തു, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളഞ്ഞിരിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. ഇനി നിന്റെ ജീവിതത്തിനകത്തൊരു വിടുതല. നീ ചിലത് കൈവശമാക്കാൻ പോകിയ സ്തോത്രം. അങ്ങനെ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം വിശ്വസിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന മാസം അത്രേ. ഹല്ലേലൂയ. നിന്നെ ഒതുക്കിയ മേഖലയ്ക്ക് കാണുമായിരിക്കാം. നിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ കഴിയാതെ വണ്ണം നിന്റെ മുമ്പിൽ നിന്ന് ഒത്തിരി പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിൽ കാണുമായിരിക്കാം. നീ പ്രതീക്ഷിച്ച സാഹചര്യങ്ങൾ കാണുമായിരിക്കാം. അവിടെ ഒന്നും ഒരു വിടുതൽ നടക്കാതിരിക്കുമ്പോ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവം നിനക്ക് മുമ്പായി നടക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രിയ ദൈവമക്കളെ, ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ രാജാതിരാജാവായിരിക്കുന്ന ദൈവം, അവൻ അത്ഭുത മന്ത്രി വീരനാ ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു ആയിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം, ആകാശത്തിന് മേലും ഭൂമിയും മേലും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തതായ ദൈവം, സിംഹത്തിന്റെ വായെ അടപ്പിച്ച് ദാനിയേലിനെ സിംഹത്തിന്റെ വായിൽ നിന്ന് പുറത്തെടുത്തതായ ദൈവം, ഈ പകൽക്കാലം നിനക്കുമ്പായി നടക്കിയ, നിന്നെ കടിച്ചു കീറുവാൻ കടന്നു വരുന്ന ചെന്നായ്ക്കളുടെ വായി നിന്ന് നിന്നെ സുരക്ഷിതമായി പുറത്തെടുക്കുന്ന ഒരു സർവശക്തനായ ദൈവം, നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധിക്കകത്തുനിന്ന് ഒരു കേടും പറ്റാതെ കൊണ്ട് നിന്നെ പുറത്തെടുക്കുന്ന ഒരു ദൈവം നിനക്ക് മുമ്പായി നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയുമോ? ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തെ ഈ പകൽക്കാലം മുതൽ ചലിക്കുവാനായിട്ട് ഇടയെത്തിര. നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരാ. ഹല്ലേലൂയ. പക്ഷേ നിന്റെ ദൈവം കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നീ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ കരം നിന്റെ കൂടെ ഇരുന്ന് ദൈവം നിന്നെ വഴി നടത്തുവാനായിട്ട് ഇടയെത്തിരും. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോ ഞാൻ നിന്നോട് കൂടിയിരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോ അവൻ നിന്റെ മീതെ കവികയില്ല. നീ തീ കൂടി നടന്ന വെന്തു പോകയില്ല. അഗ്നിജോല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം
വിശ്വസിക്കാൻ സ്തോത്ര. നിന്നെ വിളിച്ചത് ആരെന്ന്. ഹല്ലേലൂയ. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, ഇസ്രായേൽ മക്കളുടെ യാത്രയുടെ മധ്യേ രാവും പകലും അവർക്ക് വഴി കാണിക്കേണ്ടതിനായിട്ട് യഹോവയാ ദൈവം പകൽ മേഘസ്തംഭം കൊണ്ട് രാത്രി അഗ്നിസ്തംഭം കൊണ്ട് അവർക്ക് മുമ്പായി നടന്നുകൊണ്ടിരുന്നു. അങ്ങനെക്ക് രാവും പകലും നിനക്ക് വേണ്ടി വഴി നടത്തേണ്ടതിനായിട്ട് നിന്റെ ജീവിതത്തിലെ ഹല്ലേലൂയ രാത്രിയിലെ അഗ്നിസ്തംഭത്തെ പാൽപ്പറക്കുന്ന അസ്ത്രത്തെ നിന്റെ ജീവിതത്തിൽ വരാതെ വേണ, നിനക്ക് കുരുട്ടുകളെ കണ്ണു ഭയപ്പെടാതെ വേണ, ഇരുളുകളെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിയിട്ട് നിന്നെ എത്തിക്കേണ്ടതിനായിട്ട് ചില ചെങ്കടലുകളെ ഭാഗിച്ച് കളഞ്ഞിട്ട് ദൈവം നിന്നെ എത്തിക്കേണ്ടതിനായിട്ട് സർവശക്തനായ ദൈവം നിനക്ക് മുമ്പായി നടക്കുന്നു. വിശ്വസിക്കാമോ? ഹല്ലേലൂയ. അതേ സ്തോത്ര. ആ ദൈവം നിന്നെ കൈവിട്ട് കളയുകയില്ല. വായിച്ച ഭാഗത്ത് ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു, യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞത് ഇപ്പോൾ. ഹല്ലേലൂയ. നീ വെള്ളത്തിൽ കൂടി നടക്കുമ്പോ നിന്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. പ്രശ്നങ്ങൾ കടന്നു വരികയില്ലെന്നല്ല, പ്രശ്നങ്ങൾ ഒത്തിരി കടന്നു വരും, രോഗങ്ങൾ കടന്നു വരും, വേദനകൾ കടന്നു വരും. പക്ഷേ അതൊന്നും നിന്റെ മീതെ കവിയാതെ വേണം ദൈവം നിന്റെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. അതിനകത്ത് നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അതിനകത്ത് നീ നിരാശപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ പകൽക്കാലം പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ നിന്റെ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷേ അതൊന്നും നിന്നെ തൊടാതെ വേണം തകർത്ത് കളയുന്നവൻ പുറപ്പെട്ടിട്ടുണ്ട്. ഈ പകൽക്കാലം പ്രിയ ദൈവപൈതലേ, ആർക്കൊക്കെയോ വേണ്ടി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ പകൽക്കാലം ചിലതിനെ തകർക്കേണ്ടതിനായിട്ട് സ്വർഗ്ഗത്തിലെ ദൈവം നിന്റെ യാത്രയുടെ മുന്നേറ്റ് യാത്ര ചെയ്യുന്നുണ്ട്, നിനക്ക് മുമ്പായി നടക്കുന്നുണ്ട്. ആ കർത്താവിന്റെ കരം നിന്റെ കൂടെ ഇരിക്കുവാനായിട്ട് ഇടയായിത്തീര. നീ ഭയപ്പെടുന്നത് നിന്റെ മുമ്പ് നിന്ന് മാറിപ്പോകുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. ചില വിഷയങ്ങളെ നീ കണ്ടു ഭയപ്പെട്ടില്ലേ? സ്തോത്ര. ഈ പകൽക്കാലം വിശ്വസിക്ക, ചിലത് നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകിയ. സ്തോത്ര. അവിടെ കാണുന്നു, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നീ പേടിക്കരുത്, ഭ്രമിക്കരുത്. അതുകൊണ്ട് ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ ഭയപ്പെടണ്ട, നീ പേടിക്കണ്ട. ഹല്ലേലൂയ. നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവം ഏത് ചെങ്കടൽ സമമായ വിഷയമായിരുന്നാല് പ്രിയ ദൈവവൈതലേ, നിന്നെ കർത്താവ് കൈവിടുകയില്ല. ലോകം നിന്നെ കൈവിട്ട് കളയാ, കൂട്ടുകാർ നിന്നെ കൈവിട്ട് കളയാ, കൂടെ ഉള്ളവർ നിന്നെ കൈവിട്ട് കളയാ, കൂടെ പിറപ്പ് നിന്നെ കൈവിട്ട് കളഞ്ഞിരിക്കാം. പക്ഷേ ഉപേക്ഷിക്കാത്തൊരു കർത്താവുണ്ട്. നിന്റെ കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ്, നിന്റെ ഓമനെ പേർ ചൊല്ലി വിളിച്ച ഒരു കർത്താവ്. ആ കർത്താവ് നിന്നെ സ്നേഹിക്കുക. ഹല്ലേലൂയ. എല്ലാരും കൈവിട്ട് കളഞ്ഞപ്പോഴും ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ഹല്ലേലൂയ എനിക്കും നിങ്ങൾക്കും വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും കർത്താവ് ചിന്തി. ഹല്ലേലൂയ. എന്നെ നിങ്ങളുടെ പാപപരിഹാരത്തിനു വേണ്ടി ഒരു നിമിഷത്തേക്ക് പിതാവ് തന്റെ പുത്രനെ കൈവിട്ടപ്പോഴും ഓമന പുത്രൻ നമ്മെ കൈവിടക്കായാതിരിക്കേണ്ടതിനായിട്ട് ആ വേദന സ്വയം ശരീരത്തിൽ അനുഭവിക്കുവാനായിട്ട് ഇടയെത്തുന്നു. അങ്ങനെ പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം വിശ്വസിക്ക, ആ കർത്താവ് നമ്മെ കൈവിടുകയല്ല. ആരൊക്കെ നിന്നെ കൈവിട്ട് കളഞ്ഞുകൊള്ളട്ടെ, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞുകൊള്ളട്ടെ, ഈ സർവശക്തനായ ദൈവം നിന്നെ ഉപേക്ഷിക്കല. സർവശക്തനായ ദൈവം നിന്റെ കൂടെ ഇരുന്ന് നിന്നെ വഴി നടത്തുവാനായിട്ടിടയത്തിലും ഈ പകൽക്കാലം വിശ്വസിക്ക. സർവശക്തനായ ദൈവം നമുക്ക് മുമ്പായി നടക്കുന്നു. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. അങ്ങ് ഇവർക്ക് മുമ്പായി നടക്കണം. ചില താമ്രക്കഥകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളഞ്ഞിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇവരുടെ മുമ്പിൽ ഇനി വാതിലുകൾ തുറക്കട്ടെ. ഇവരെ മുമ്പിൽ പ്രതികൂലമായി നിന്ന് ചിലതിനെ നശിപ്പിച്ചു കളഞ്ഞിട്ട് ഇവർ ചിലതിനെ കൈവശമാക്കത്തക്ക രീതിയിൽ താമ്രക്കഥകളെ തകർത്തതിനായി സ്തോത്രം. ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളഞ്ഞതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഇവരുടെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ കൈവശമാക്കുന്ന പകൽക്കാലമായി തീരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ ദൈവിക പ്രവർത്തികൾ വെളിപ്പെടട്ടെ. ചിലതൊക്കെ ഓപ്പണായി തീരട്ടെ. ചില കടഭാരങ്ങൾ മാറട്ടെ, ശാരീരിക ക്ലേശങ്ങൾ മാറട്ടെ, രോഗശക്തികളെ ദൈവം അഴിച്ചു മാറ്റിയിട്ട്
ജനത്തെ സ്വതന്ത്രമാക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ജനത്തിന്റെ മുമ്പായി അങ്ങ് ചെന്ന് നടക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. അവർ കടന്നു പോകുന്നതിന് മുമ്പായിട്ട് അവർക്ക് വേണ്ടി അങ്ങ് നടന്ന് എത്തുന്നതിനായി സ്തോത്ര. ദുർഘടങ്ങൾ മാറട്ടെ കർത്താവേ, പ്രതിസന്ധികൾ മാറട്ടെ കർത്താവേ. അനുകൂലമായ സാഹചര്യങ്ങളെ ദൈവം ഒരുക്കിക്കൊടുത്ത് ദൈവം ഇവരെ ചിലത് കൈവശമാക്കത്തക്ക രീതി ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന പൽക്കാലമാക്കി മാറ്റുന്നതിനായി സ്തോത്ര. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. പ്രാർത്ഥനയിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്ര. മാനവും മഹത്വവും പോയിച്ചും അങ്ങേക്കായി സമർപ്പിക്കുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.